പ്രിയപ്പെട്ടവരെ, ഒറിയോൺ ടി വിയിലേക്ക് സ്വാഗതം. എല്ലാവരും പ്ലാനറ്ററി പരേഡ് കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. പ്ലാനറ്ററി പരേഡിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് അവതരിപ്പിക്കുകയാണ്. അവതരണം എം ടോമി, ഡയറക്ടർ, ഒറിയോൺ ടി വി. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇപ്പോൾ കാണാവുന്ന ഗ്രഹങ്ങളെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2025 ജനുവരി 26 മാനന്തവാടി ചെറ്റപ്പാലത്ത് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഈ വർഷത്തെ ആദ്യ നിരീക്ഷണം നടത്തി. ഞാനും ജോൺ മാത്യു സാറും CV ജോർജ് സാറുമാണ് നേതൃത്വം നൽകിയത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ തന്നെ ടെലസ്കോപ്പ് ക്രമീകരിച്ചു തുടങ്ങി. നല്ല തെളിഞ്ഞ ആകാശം. ടെലസ്കോപ്പ് പടിഞ്ഞാറ് കുംഭം രാശിയിലുള്ള ശനിയുടെ നേരെ തിരിച്ചു വെച്ചു. അതാ വളയിട്ട സുന്ദരി ടെലസ്കോപ്പിൽ മനോഹരമായ വളയം ഓരോരുത്തരായി നിരീക്ഷിച്ചു. കുട്ടികളും മുതിർന്നവരും അടക്കം 100-ലധികം പേർ നിരീക്ഷണം നടത്തി. എല്ലാവരുടെയും കണ്ണുകളിലും മനസ്സുകളിലും തിളക്കം. കൂടുതൽ ആകാശക്കാഴ്ച കാണാൻ അവർ ആഗ്രഹിച്ചു. ജോൺ മാത്യു സാർ ടെലസ്കോപ്പ് ശനിയിൽ നിന്നും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഏതാണ്ട് 40 ഡിഗ്രി ഉയരത്തിൽ മീനം രാശിയിൽ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തിളക്കമുള്ള ആകാശഗോളത്തിലേക്ക് തിരിച്ചു വെച്ചു. വെള്ളി നക്ഷത്രം, സന്ധ്യാനക്ഷത്രം, പ്രഭാത നക്ഷത്രം എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ശുക്രനാണ് ഇപ്പോൾ ടെലസ്കോപ്പിൽ കണ്ടത്. തിളക്കമുള്ള ഗോളം പ്രതീക്ഷിച്ചാണ് എല്ലാവരും നോക്കിയത്. എന്നാൽ തിളക്കമുള്ള ചന്ദ്രക്കല പോലെയാണ് ടെലസ്കോപ്പിൽ കണ്ടത്. ഞാനും ആദ്യമായാണ് ശുക്രനെ ടെലസ്കോപ്പിലൂടെ കണ്ടത്. 1610 ഗലീലിയോ ഗലീലി ശനിയെയും ശുക്രനെയും വ്യാഴത്തെയും തൻ്റെ ടെലസ്കോപ്പ് കൊണ്ട് നിരീക്ഷിച്ച് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ നോക്കുമ്പോഴും കാണുന്നു. ശുക്രന് ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ 584 ദിവസങ്ങൾ വേണം. സിനോഡിക് പീരീഡ് ഓഫ് വീനസ് എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. പ്രഭാത നക്ഷത്രമായി 263 ദിവസങ്ങൾ കണ്ടാൽ 50 ദിവസങ്ങൾ ശുക്രനെ പിന്നെ ആകാശത്ത് കാണാൻ കഴിയില്ല. പിന്നെ 263 ദിവസം വീണ്ടും കാണാം. അത് ഈവനിങ് സ്റ്റാർ ആയിട്ടാണ് കാണുക. വീണ്ടും 8 ദിവസങ്ങൾ ആകാശത്ത് കാണുകയില്ല. തുടർന്ന് മോർണിംഗ് സ്റ്റാറായി പ്രത്യക്ഷപ്പെടും. അതാ തലയ്ക്ക് മുകളിൽ വ്യാഴം തിളങ്ങുന്നു. വ്യാഴത്തെ നിരീക്ഷിക്കാനായിരുന്നു അടുത്ത ശ്രമം. തലയ്ക്ക് മുകളിലായതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടി. അവസാനം ജോർജ് സാറാണ് വ്യാഴത്തെയും ഗലീലിയൻ ഉപഗ്രഹങ്ങളെയും ടെലസ്കോപ്പിനുള്ളിലാക്കിയത്. അപ്പോഴേക്കും പകുതി പേർ പോയിരുന്നു. അവിടെ നിന്നിരുന്നവരെല്ലാം വ്യാഴത്തെയും ഗലീലിയോ കണ്ടെത്തിയ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെയും ടെലസ്കോപ്പിലൂടെ കണ്ടു. ടെലസ്കോപ്പിലൂടെ കണ്ട കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോയിൽ കാണാൻ കഴിയുന്നത്. ഫെബ്രുവരി 3 തലയോലപ്പറമ്പിൽ ദേവസ്വം ബോർഡ് കോളേജ് ഗ്രൗണ്ടിൽ കുസാറ്റിലെ ഫാക്കൽറ്റി അംഗങ്ങളായ പ്രൊഫസർ KN ഷാജിയും ഗവേഷകൻ TN മനോഷും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തിരിക്കാവുന്ന വലിയ ടെലസ്കോപ്പിലൂടെ ചന്ദ്രക്കലയും ചന്ദ്രനിലെ ഗർത്തങ്ങളും ശുക്രൻ്റെ കലയും വ്യാഴവും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളും നിരീക്ഷിക്കുന്നതിന് അവസരമൊരുക്കി. അവിടെ നടന്ന പരിപാടിയുടെ ഫോട്ടോകളും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഈ പരിപാടിയിലും പങ്കെടുക്കാൻ സാധിച്ചു. വീണ്ടും ഫെബ്രുവരി 13 കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ആസ്ട്രോ കോട്ടയം ചാപ്റ്ററും CMS കോളേജ് ഫിസിക്സ് വിഭാഗവും ചേർന്ന് ഒരുക്കിയ ആകാശക്കാഴ്ചയിൽ ബിനോയ് P ജോണി, രവീന്ദ്രൻ KK എന്നീ അമേച്ചർ ആസ്ട്രോണമേഴ്സിനോടൊപ്പം ഞാനും കുട്ടികളെ കാണിക്കുവാൻ സഹായിച്ചു. ശുക്രൻ്റെ കല, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ചുവന്ന ഗ്രഹമായ ചൊവ്വ, ഒറിയോൺ നെബുല, ചന്ദ്രോദയം തുടങ്ങിയ മനോഹര ദൃശ്യങ്ങൾ ടെലസ്കോപ്പിലൂടെ കാണുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തത് വേറിട്ട അനുഭവമായി. മാർച്ച് മാസത്തിലും പ്ലാനറ്ററി പരേഡ് കാണുവാൻ അവസരമുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹനില ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. സന്ധ്യാസമയത്ത് കിഴക്ക് ബുധൻ, തുടർന്ന് ചൊവ്വ, വ്യാഴം, യുറാനസ്, നെപ്റ്റ്യൂൺ, ശുക്രൻ, ശനി എന്നീ ക്രമത്തിൽ ആകാശത്ത് കാണാം. മാർച്ച് പകുതിയാകുമ്പോൾ ശനി മീനൻ രാശിയിൽ പ്രവേശിക്കും. ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള നിരീക്ഷണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശം പകരും. അധ്യാപകരും രക്ഷിതാക്കളും മുൻകൈ എടുത്ത് എല്ലാ കുട്ടികളെയും മുതിർന്നവരെയും ഈ ഗ്രഹപ്പരേഡ് ഗ്രഹവിശേഷങ്ങൾ കാണിക്കുവാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഒറിയോൺ TV സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്